ഹലോ ഗൈസ്, ഇന്നത്തെ യാത്ര കബൻ പാർക്കിലേക്കാണ്. ഈ ഡെയിലി വർക്കിങ്ങും കുക്കിങ്ങും ഡെയിലി റുട്ടീനൊക്കെ ആകുമ്പം നമുക്ക് മൈൻഡ് ഒരു സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യാറില്ലേ? എനിക്കാണെങ്കിൽ ഇറങ്ങി ഓടാൻ തോന്നാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ് കബൻ പാർക്കിൽ പോയിരിക്കുക. കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കാര്യം റൂമിൽ നിന്നൊരു 10 കിലോമീറ്റർ കബൻ പാർക്കിലേക്കുള്ളെങ്കിലും ബാംഗ്ലൂർ ട്രാഫിക്കിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഏകദേശം 1 അവർ എടുത്തു ഞാൻ കബ്ബൻ പാർക്കിലെത്തിയപ്പോൾ. അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആംബിയൻസാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പേര് കബ്ബൻ പാർക്കിൽ വരുന്ന കാണാം, പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ ഫാമിലിയായിട്ട്, ഫ്രണ്ട്സായിട്ട്, കപ്പിളായിട്ട് അങ്ങനെ വരുന്ന ഒരുപാട് പേരെ കാണാം. ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ആൾക്കാരെ കാണാം. ഞങ്ങളും അതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൈബ് ചെയ്യാൻ തുടങ്ങി. കബ്ബൻ പാർക്ക് എപ്പോഴും ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ് തരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ മരങ്ങളും ഈ അണ്ണാനും ഈ ഒരു വ്യൂവും ഒക്കെ ആകുമ്പം ആർക്കാണ് മൈൻഡ് തന്നെ റിലാക്സ്ഡ് ആവാത്തത്? ഇതുപോലെ ഒരുപാട് ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ നമുക്ക് കബ്ബൻ പാർക്കിൽ കാണാൻ പറ്റും. അവരവരുടെ കൊച്ചു കൊച്ചു ഗെയിംസും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർത്താനമോ പാട്ടോ ഒക്കെ ആയിട്ട് ചില്ല് ചെയ്യുന്ന കാണാം. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കും ഒരു റിലാക്സ് ഫീൽ ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും ആണെങ്കിൽ ഡെയിലി വിളിച്ച് സംസാരിക്കുന്നതാണ്. എന്നാലും എപ്പോഴും മീറ്റ് ചെയ്യുമ്പം ഒരു ലോഡ് കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ടാവും. അതുപോലെ ഞങ്ങൾ ഒരുപാട് വർത്താനം പറഞ്ഞു. എന്തിനെക്കുറിച്ചൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കൂടെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചായയും വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എപ്പോഴും ചായ കുടിക്കുമ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്, കബ്ബൻ പാർക്കിൽ വന്ന് ചായ വിറ്റാലും പോലും നമ്മൾ നല്ലൊരു നിലയിലെത്തുന്നു. ആ ഒരു ഡിസ്കഷൻ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നെവർ എൻഡിങ് കഥ പറച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി അത് പിന്നെ വേറെ കാര്യത്തിലെത്തി, അവിടുന്ന് വേറെ കാര്യത്തിലെത്തി. അങ്ങനെ എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോവാണ്. ചിലപ്പോൾ എബൌട്ട് മൂവീസ് ആയിരിക്കും, ചിലപ്പോൾ പാട്ടിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ എബൌട്ട് ചൈൽഡ്ഹുഡ്, അതല്ലെങ്കിൽ കോളേജ്, സ്കൂൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഈ നൊസ്റ്റാൾജി അടിച്ചു തുടങ്ങിയാൽ പിന്നെ പറയേ വേണ്ട, അങ്ങ് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു സോങ്ങാണ് ഈ സോങ്. ആത്മാവിൽ മന്ത്രമോദിയവളേ, മിന്നലഴകേ മിന്നുമഴകേ നിലാമഴയിൽ നനയുമഴകേ, മെല്ലെ മെല്ലെ നീ എന്നരികിലൊന്നണയാമോ. എനിക്ക് തോന്നുന്ന എല്ലാ 90s കിഡ്സിനും ഈ പാട്ടൊക്കെ വമ്പൻ നൊസ്റ്റു ആയിരിക്കും. എനിക്കൊക്കെ ഇപ്പോഴും ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പുതുമ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരുന്നിരുന്ന് മടുത്ത് ഞാൻ കിടപ്പിലേക്ക് തിരിഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് കാലൊക്കെ തിരുപ്പി തന്നു. ഓ മൈ ഗോഡ്, ഗ്രീൻ ഫോറസ്റ്റ്. അങ്ങനെ ഇരുന്നപ്പോൾ നല്ല വെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് സൺകിസ്ഡ് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഞാൻ അവൾക്ക് കുറച്ച് സൺകിസ്ഡ് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു 1-2 ഞാനും എടുത്തേക്കാം. അങ്ങനെ ഞാനും എടുത്തു 1-2. ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്, ഈ മൂവി. ഇത് കാണുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് നമ്മുടെ സ്വന്തം എല്ലാവരുടെയും ഫേവറേറ്റ് സേഡി മൂസ. ഈ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇതൊക്കെ കാണുമ്പം നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ ഓർമ്മ വരും. അതിൻ്റെ ഇടയിലും ഫുഡടിക്ക് കുറവൊന്നുമില്ല. മൂവി കാണലും ഫുഡടിയും എല്ലാം തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും വൈകുന്നേരമായിരുന്നു. ഓരോരുത്തരുടെ ജോഗിങ്ങിനും ഇതുപോലെ അവരുടെ പെറ്റ്സിനെ കൊണ്ട് വാക്കിങ്ങിനും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മൂവിയുടെ ക്ലൈമാക്സിലേക്ക് എത്തി. സി.ഡി. മൂസയുടെ ക്ലൈമാക്സ് ആണല്ലോ അതിൻ്റെ ഹൈലൈറ്റ്. എപ്പോഴും ടി വിയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനു വേണ്ടി കാത്തിരുന്ന ടൈം ഒക്കെ നഷ്ടമാണ്. അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം 5:30 ഒക്കെ കഴിഞ്ഞായിരുന്നു.
ഏകദേശം 6 o'clock ആകുമ്പോഴത്തേക്കും കബൻ പാർക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാമെന്ന് വെച്ച് ഞങ്ങൾ വേസ്റ്റൊക്കെ കളഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അടുത്ത ലക്ഷ്യം ഫുഡ് അടിയാണ്. ആ ഫുഡ് അടിയോടുകൂടി ഇന്നത്തെ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് തിരിച്ചു പോവുക എന്നതാണ് പ്ലാൻ. ഞങ്ങൾ ഡോമിനോസിലാണ് പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സാധനം കിട്ടി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. റെഡി കഴിഞ്ഞ് ഒരു അവസാനഘട്ട ഫോട്ടോ എടുപ്പ് കൂടി ഉണ്ടായിരുന്നു. അതോടെ ഇന്നത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.